അങ്ങനെ ഉച്ചയൂണിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. ഒരുവിധം എൻ്റെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് ഏസന് ടൊമാറ്റോ റൈസ്, അല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ റൈസ് എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. മിക്സഡ് വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ട് റൈസ് കൊടുക്കാനാണ് ഇരുന്നത്. ആദ്യമേ കുറച്ച് പാടാണ്. അങ്ങനെ കുറച്ച് നേരം കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കണം കേട്ടോ. ഞാൻ അങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അജു അവിടെ ഇരുന്ന് ബജാജുകാരെ വിളിക്കുന്നുണ്ട് കേട്ടോ. അജുവിൻ്റെ ഫോണിൽ നിന്ന് ഇടയ്ക്കിടയ്ക്കായിട്ട് ബജാജുകാർ ക്യാഷ് കട്ട് ചെയ്യുന്നുണ്ട്. അതെന്താ സംഭവം എന്നറിയാതെയാണ് അജു അവിടെ ഇരുന്ന് പരിഭ്രാന്തപ്പെട്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ കളിച്ച് എങ്ങനെയെങ്കിലും ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. ഞാൻ അവന് എന്തെങ്കിലും ടോയ്സ് കൈ കൊടുക്കാറുണ്ട്. ഒന്നെങ്കിൽ റിമോട്ടായിരിക്കാം, അതെന്തോത്തിനെങ്കിലും റിമോട്ടായിരിക്കാം കേട്ടോ. ഈ തുറക്കുന്നതും അടയ്ക്കുന്നതും ആയിട്ടുള്ള കളിപ്പാട്ടങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എൻഗേജ്ഡ് ആയിട്ടവൻ ആ കളിപ്പാട്ടത്തിൽ നോക്കിയിരിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ആ ഒരു സമയത്ത് എങ്ങനെയെങ്കിലും ഫുഡ് കയ്യിൽ വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാനും ഏസനും കൊള്ള അംഗത്തിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറെങ്കിലും എടുക്കും കേട്ടോ ഈ അംഗം കഴിയാൻ വേണ്ടിയിട്ട്. ചിലപ്പം പെട്ടെന്ന് കഴിയും, ചിലപ്പം കഴിയത്തുമില്ല. ഇവന് നോർമൽ ചോറിനെക്കാളും കുറച്ചും കൂടി ഇഷ്ടം ഇങ്ങനത്തെ ചോറാണ് കേട്ടോ. പിന്നെ ദോശയാണ് ഇഷ്ടം. വേറൊന്നും അധികം കഴിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ തൈരൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അല്ലാണ്ട് ഇന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്ന ഏസിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലേ. അങ്ങനെ കാണാനും പറ്റിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാമേ. ഇനിയും എനിക്ക് ജോലികൾ ഒരുപാടുണ്ട്. അതിന് മുമ്പ് ഭക്ഷണം ഞാനും കൂടി കഴിക്കണം. ഏസിന് കൊടുത്തു കഴിഞ്ഞിട്ടേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഏസിന് ഫുഡൊക്കെ കൊടുത്തു. ഞാൻ ചീരത്തോരനും പീര പറ്റിച്ചതും പൊരിച്ച മീനും കൂട്ടുകറിയും എല്ലാം കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. അതിനുശേഷം നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് വരുന്ന വരക്കാണ് കേട്ടോ. പിന്നെ ഏസന് ഞാൻ കുറുക്കുണ്ടാക്കി കൊടുത്തിരുന്നേ. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ ഞാൻ നിന്നില്ല. കാര്യം ഈ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എല്ലാത്തിനും ഒരു മടിയാണ്. രാവിലെ തുടങ്ങുന്ന ഉഷാറൊന്നും പിന്നീട് അങ്ങോട്ട് കാണത്തില്ല. എനിക്ക് രാവിലെ മുതൽ ഉച്ച വരെയുള്ള സമയമാണ് കേട്ടോ ഇഷ്ടം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജോലികളും എനിക്ക് അപ്പോഴാണ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ട് എനിക്ക് ഭയങ്കര അങ്ങ് മ്ലാനതയാണ് കേട്ടോ. എനിക്ക് ഒന്നും ചെയ്യാനൊരു ഉഷാറ് കാണത്തില്ല. ഭയങ്കരമായിട്ട് മടി പിടിച്ചിരിക്കും കേട്ടോ ഞാൻ. അങ്ങനെ എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് തൂത്ത് തുടച്ചിട്ടേ പറ്റുള്ളൂ എന്ന്. കാര്യം ഇത്രയും ചവിട്ടി തികിച്ച് വൃത്തികേടാക്കിയിട്ടേക്കാണ്. അതുകൊണ്ട് തന്നെ ഞാനെന്ന് തൂത്ത് തുടയ്ക്കാമെന്ന് തന്നെ വിചാരിച്ചേ. അജു എന്തായാലും ഏസിനെയും പിടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ടി വിയിൽ കാന്താര ഫിലിം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഏസിനും അന്തം വിട്ടിരിപ്പുണ്ട്. ആ ഒരു സമയത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും എനിക്ക് പെട്ടെന്ന് എൻ്റെ ജോലികൾ മൊത്തം തീർക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും നല്ല അലമ്പായിരിക്കെ. ഞാൻ ഈ ഒരു ലാവൻഡറിൻ്റെ ലോഷൻ ലിക്വിഡാണ് കേട്ടോ ഒഴിക്കുന്നത് തറ തുടയ്ക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര മണമാണ്. കുറച്ച് നേരമേ നിൽക്കുകയുള്ളൂ, പക്ഷേ നല്ല മണമാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്ലീനിങ് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി വീഡിയോ നെക്സ്റ്റ് ഷോട്ടിൽ വരുന്നുണ്ട് കേട്ടോ.